എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് 16-ാമത്തെ ദിവസമാണ്. രാമായണ പാരായണത്തിലെ 16-ാമത്തെ ദിവസമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ചാരിക പൈതൃദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. ബാലീവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചു വിരിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിശ്രുതൻ, ഭറ്റരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാരി വിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തൃരഗ്രേ ചെന്നു ബച്ചാശ്രുനേത്രനായി, മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും, ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ, വിഗ്രഹത്തിങ്കൽ പരാജിതനായ പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രൻ അവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ, ബാലേ ബലാലൊരു ശങ്കയുണ്ടാവല, കയ്യേച്ചീടു നീ വൈകരുതീതുമേ, നീ ഒരു കാര്യം ധരിക്കണമോമലേ, ബന്ധുവാരായുള്ളതോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവുണ്ടായവനെ അവനെന്നാകിലോ ഗാന്ധവ്യനെന്നാൽ അവനും അറിക നീ, ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തിയെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ, ശൂരനായുള്ള പുരുഷനിരിക്കുമോ തിരുവായുള്ളിലടച്ചു ചൊല്ലു നീ, വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ, ധീരതയെ കൈകൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചെന്നാളത് കേട്ടവനോട്, വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ, കാനനത്തിങ്കൽ നായാട്ടിനു പോയത് താനേ മമസുതനങ്കതന നേരം, കേട്ടോരു ദന്തമെന്നോട് ചൊന്നാനത് കേട്ടിട്ടു ശേഷം യഥോചിതം പോകനേ. ശ്രീമൽ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടൻ തന്നുടെ നന്ദനൻ, ലക്ഷ്മണനാകുമരിജനോടും നിജ ലക്ഷ്മീ സമയായി സീതയോടും അവൻ വന്നിരുന്നീടിനാൽ ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ
ദുഷ്ടനായുള്ളൊരു രാക്ഷസ രാവണൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു. തൽക്ഷണം ഋഷ്യമോ കാച്ചലേ വന്നിത് മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൽ മിത്രമായി വാഴുകയെന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ട് അഗ്നിസാക്ഷിയായി. ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ. മിത്രാത്മജ നിന്നെ വാഴിപ്പാൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരമർക്കത്തനയനു അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്ത് വന്നതിപ്പോൾ അത് കൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകോൾ ഇളമയാഹീ രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞുകാലും പിടിച്ചങ്ങനെ താര നമസ്കാരവും വിധോ വ്യാകുലഹീനം പുണർന്നനോ രാഘവശീന പറഞ്ഞിതു വാലിയും ശ്രീ സ്വഭാവം കൊണ്ടു പേടിയായതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നിതെങ്കിലോ ചേരുമെന്നോടു അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുവേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിപ്പിച്ചു ഭൂമി പാരഹാരാർത്ഥമെന്നുകൊണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനീനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരി ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മദ്ഗൃഹത്തിങ്കലുപകാരവുമേറും. സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭുജിക്കുന്നവനെ ഭജിച്ചീടു. മന്യഭാവം പരമാത്മാവിനല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വിശ്വനി പുഷ്കരലോചനെ പൂർണ്ണഗുണാംബുദേ. ഇത്തമാശസ്യ വൃത്രാരാധി പുത്രനും വൃത്തനായി സത്വരം ഗത്വാ പരിഗതൻ. നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃത. താരയും അശ്രുഗണങ്ങളും മാർത്തുവാൻ താരൂഢഖേദമകത്തു പൂക്കിയിടിനാൻ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും തെല്ലുനില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയേ. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടിച്ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം ദാഠനം തട്ടിയും മുട്ടുകൊണ്ടു തലതങ്ങളിൽ കൊട്ടിയും ഞേറ്റം പിടിച്ചു കടിച്ചു മൺ മുറ്റിയിൽ വീണും പുരണ്ടുമുരണ്ടുമുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും മാടിത്തടുക്കയും കൂടെ കൊടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വീർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടിക്കുളിർക്കയും
വാഴ്ത്തി സ്തുതിക്കുകയും കാലനും കാലം താനുമുള്ളവോ വാലി സുഗ്രീവ യുദ്ധത്തിന് വാദണം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവരാത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തോരു മാല പാലിക്കുമുണ്ട് നൽകിയ മാല സുഗ്രീവനും വേദമുല്ലൊന്നു കണ്ടും തമ്മിലെങ്കും വേദിച്ചെതിർക്കയായി തനയനു വിഗ്രഹം സാധവും നേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതന്നിൽ വൃഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃഷചണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാ വസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുതൻ വിദ്രുതമാറയച്ചരുളിയതിനാ ചെന്നതു ബാലിതൻ മാറിൽ തറച്ചള ഒന്നങ്ങലറി വീണിടിനാൻ ബാലിയും ഭൂമിയും ഒന്ന് വിറച്ചിതന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിരഗ്രേ രഘുത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യ പാണിയിൽ ചാവവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ട് ചാർവായതങ്ങളായുമുള്ള ഭുജങ്ങളും ദുർവാദളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടുഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ ഗീതവുപാകുല ചേതസ എന്തു ഞാനൊന്നോട് വിഴച്ചിത് എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വിടിച്ചതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ട് ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃത്യാകൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലായതും രക്ഷോവരൻ തവപത്നിയെ കട്ടതി നർക്കാത്മജനേ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തത് മൂന്ന് ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെത്ര കുടാചലത്തോടും ശങ്കാവിഹീനം ദാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനര നാഴിക കൊണ്ടു നന്ദി വെച്ചു തൊഴുതീനു മാതരാൽ ധർമ്മിഷ്ഠനെന്നു ഭവാനേ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ ധർമ്മമെന്തോന്ന് ലഭിച്ചതിതുകൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തോരു കൊന്നിട്ടോരു മാനമുണ്ടായതെന്തെന്നു പറകനി
വാനരമാംസഭക്ഷ്യമത്രേ മനസ്സേ തോന്നിയതെന്തിതു ഭൂപത്തെ, യുദ്ധം ലഘുഭാഷണം ചെയ്ത ബാലിയോ ദുത്തരമായരുൾ ചെയ്തു രാഘവന്റെ കുത്തവൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ ഭോഗബദ്ധനായി. നിന്നെ നീതുമറിയാഞ്ഞതുവിടും പുത്രീ ഭഗിനി സഹോദര ഭാര്യ പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമത്. ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കും എല്ലാടവും. ഏറെ പറഞ്ഞു പോകായികവരോടിതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തൊക്കെ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനി നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം അവാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസ്സേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികേതാവകമായ ശരമേറ്റു. ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്ന ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതി. നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്ന് നീ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോൾ നിന്നുടെ സായകം കണ്ടുമരിക്കാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമേ. ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുവടി ജാനകി താനിൽ മാതാവായ ലക്ഷ്മി ഭഗവതി. പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചനറിഞ്ഞിടിനേ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനേ. എന്നോട് തുല്യബലവാനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കൻ തനയനും അംഗതപാലനും മോക്കുമെനിക്കു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടുരകുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൽ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്ത് വാനരദേഹവും ഉപേക്ഷിച്ചു വാലിയും
യോഗീന്ദ്ര വൃന്ദതാരുപായമുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ രാമനായൊരു പരമാത്മനാപാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടോടി വേഗേന പൊക്കി ദുഷ്കിന്തയായ പുരാചിരേ ചൊല്ലിനാത്താരയോടാശു കവികൾ സർലോകവാസിയായ വന്നു കവീശ്വരൻ ശ്രീരാമസായകമേറ്റുരണാജീരി താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ധാമഹാപുരം മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്ധികൾക്കുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടോരു താരയും ആലോലമീ വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനീ പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ ഭർത്താവ് തന്നോട് മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞവൾ ചെന്നുതൻ രക്തപാം ശുക്കളണിഞ്ഞു കിടക്കുന്ന അത്രകളേവരം കണ്ടു മോഹം പൂണ്ട് പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണതു ചെന്നു പാദാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേരെന്നെയും കുന്നീടു നീ മമ പ്രാണനാഥൻ പോരാ പിരിഞ്ഞാലിടും എന്നെ പതിയോടുകൂടെയേക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നുല അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതി വ്യഗ്രവും തീർത്തുരുമയായി വാഴ്കതി സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം യുദ്ധം പറഞ്ഞു കരയുന്നതാരയോടുത്തരമായ അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗം ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരെ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോട് ചൊല്ലൂ നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാസാരക്താസ്തി കൊണ്ടിടും നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ലകെ തല്ലലുണ്ടായിക നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ലകേ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവഗൻ ജീവനേകൻ മരണദ്വയ്യൻ നവ്യനാകാശതുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോത്തെന്ത് ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിരു പിന്നെയും നിശേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായത് ജീവൻ സുഖദുഃഖാദി സംബന്ധമാർക്കെന്നുള്ള ദുഃഖേ അരുൾ ചെയ്യുക വേണം ദയാനിധി എന്നതു കേട്ടരുൾ ചെയ്തു രാഘവൻ തന്നെ രഹസ്യമായുള്ളത് കേൾക്ക നീ യാതൊരളവും ദേഹാന്ദ്രിയാഹങ്കാരം
ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിൻ സംസാരമെത്തും അവിവേക കാരണങ്ങളാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടു. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്കനേ. മിഥ്യാഗമം നിജസ്വപ്നേതാ തഥ. സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ നൂനമന്യാസ്യ വിദ്യാബന്ധുഹേതുന നാത്താനാമഹം കൃതേ ശാശ്വതാൽക്കാര്യമായി സംസാരമുണ്ടാമബദ്ധമായതും സംസാരോ രാഗരോഷാതിസംകുലം. മാനസം സംസാരകാരണമായതും മാനസ്യത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമാനസമാനത്വം ഭവിക്കയാ ആത്മനാ സദത്കൃതം ബന്ധം ഭവിക്കുന്നു. രക്താതിസാന്നിധ്യമുണ്ടാക കാരണം ശുസ്തസ്ഫടികവും തത്വർണ്ണമായി വരും. വസ്തുതയാ പാർക്കലില്ല തദ്രജ്ഞനാ ചിത്തേ വിചാരിച്ചു സ്വാമി കാണുക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദിസാമീപ്യമുണ്ടാകയാൽ എത്തുമെന്നാത്മാവിന് സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു. ആദോ മനോഗുണാൻ ദൃഷ്ട്വാ തതസ്തദാ വേദിക്കും വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുദ്ധരക്താസിതഭേദഗതികളായി. മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലിംഗമാഭൂതപ്ലം ഭ്രമിച്ചിടും. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നുമനാദ്യ വിദ്യാവശം പ്രാപിച്ചു. തിഷ്ടത്യഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭുയേ ഘടീന്ദ്രവത്സരാ മായാബലത്താലതാർക്കുഴിക്കാമെടു യാതൊരിക്കൽ നിജപുണ്യവിശേഷണി ചേതസീ സത്സംഗതി ലഭിച്ചിടുന്നു. മദ്ഭക്തനായ ശാന്താത്മാവിന് പുനരെപ്പോളവൻ മതിമദ്വിഷയാം ദൃഢം ശ്രദ്ധയും ഉണ്ടാം കഥാശ്രവേണ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാർത്ഥാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നഹന്തവേറുന്ന നൂരമാത്മാവുമത് സത്യമാനന്ദമേയം പരമദ്വയം. നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തൻ മോർത്ത് വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കണേ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിലെത്രയും ഭക്തിയുണ്ടെങ്കിലങ്കത് ഉണ്ട്. രൂപവും ഏവം നിനക്കു കാട്ടിത്തന്നു
താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീ ദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞത് ചിത്തവും ദേഹാഭിമാന ജദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശ്വസന്തുഷ്ടയാ ആത്മാബോധേന ജീവൻ മുക്തിയായിനാൽ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടാടനാദിബന്ധം തീർന്നു മുക്തയായൊരു നാരിയെന്നാകിലും വ്യഗ്രമല്ല മകളെ പോയി തെളിഞ്ഞത്. സുഗ്രീവനുമിട്ട നിവ കേട്ടൂരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനാകയാൽ തുലൂ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമതമാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ 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 നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 16-ാം ദിവസത്തെ അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.